ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് തുറവൂർ എന്ന ലൊക്കേഷനിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. 4.25 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു സുന്ദര മനോഹരമായ ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ടൈൽ പാകി വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു റോഡാണ് ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഈ വീടിന് നല്ല ഒരു കളർ കോമ്പിനേഷനിൽ പെയിൻറ്റിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് ഒരു കണ്ടംപററി മോഡലിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു വീടാണ് നമ്മളിവിടെ കാണുന്നത്. വീടിൻ്റെ മുറ്റത്ത് ടൈൽ പാകി മനോഹരമാക്കിയിട്ടുള്ള നാച്ചുറൽ സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത്. 2-3 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിശാലമായ ഒരു മുറ്റമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു കോമ്പൗണ്ട് വാൾ കൊടുത്ത് വളരെ മനോഹരമായി കെട്ടിത്തിരിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ കോമ്പൗണ്ട് വാളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വീടിൻ്റെ മുറ്റത്തായി ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച് 2 സ്റ്റെപ്പുകൾ കൊടുത്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. സിറ്റ് ഔട്ടിൻ്റെ തൂണുകളിൽ ക്ലാഡിംഗ് സ്റ്റോൺ പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. മുൻഭാഗത്തായി പർഗോളകൾ കൊടുത്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി 2 പാളികളിൽ തീർത്തിട്ടുള്ള തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇവിടെയായി വിശാലമായ ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നു. ഈ വീടിൻ്റെ വർക്കുകളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് വർക്കുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ലിവിങ് സ്പേസിനും ഡൈനിങ് സ്പേസിനും ഇടയ്ക്കായി ഒരു പാർട്ടീഷൻ ബോക്സി ടൈപ്പിൽ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് കടന്നാൽ വളരെ മനോഹരമായി തീർത്തിട്ടുള്ള അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ മുകളിലായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്നും കിച്ചണിലേക്ക് പ്രവേശിച്ചാൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളതും ഗ്രാനൈറ്റിൽ കിച്ചൺ ടോപ്പ് കൊടുത്ത് സുന്ദരമാക്കിയിട്ടുള്ളതും ഇവിടെയായി രണ്ട് സിങ്ക് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ളതുമായ ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഈ ഭാഗത്തായി കിട്ടുന്നത്.
കിച്ചണിൽ നിന്നും പിൻഭാഗത്തേക്ക് കടക്കുന്നതിന് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ലിവിങ് ഏരിയയിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തായി ഒരു വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗത്തായി ഇൻവെർട്ടറും മറ്റും വയ്ക്കുന്നതിന് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു കബോർഡ് വർക്കുകൾ ഈ സ്റ്റെയർ കേസിന് താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും ഒരു ബെഡ്റൂമിലേക്കാണ് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വാഷ്റൂമിൻ്റെ ഏരിയ ഇവിടെയാണ്. വളരെ വലിപ്പമുള്ള ഒരു വാഷ്റൂമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ വിശാലമായ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണ് ഇത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഭംഗിയുള്ള ഒരു വാഷ്റൂം നമുക്ക് ഇവിടെ ലഭിക്കുന്നു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊടുത്ത് ടഫ് ആൻഡ് ഗ്ലാസിൽ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഹാൻഡ് റെയിലും സ്റ്റെയർ കേസുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്റ്റെയർ കേസിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ്ങിൽ ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ മുകളിലായി പർഗോള കൊടുത്ത് സൺലൈറ്റ് ഡയറക്റ്റ് വീട്ടിലേക്ക് കിട്ടുന്നതിനായി മുകളിൽ പർഗോള കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അപ്പർ ലിവിങ് ഏരിയയുടെ സ്ഥാനം. ഭംഗിയുള്ള വിശാലമായ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്നും മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. മനോഹരമായ ഒരു വാഷ്റൂം ഇവിടെ കിട്ടുന്നു. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. വളരെ വിശാലമായതും ഭംഗിയുള്ളതും സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊടുത്ത് അതിനിടയിൽ ടഫ്ലൻ ഗ്ലാസ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഹാൻഡ് റെയിലും ഭംഗിയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയുമാണ് ഈ ഫ്രണ്ട് ബാൽക്കണിയിൽ നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്നാൽ വീടിൻ്റെ മുറ്റവും മറ്റു വീടുകളും റോഡും മറ്റു പ്രകൃതിയും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ ഫ്രണ്ട് ബാൽക്കണി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് ഇവിടെയായി ഒരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് കിട്ടുന്നു. കവേർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഗ്രിൽ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ യൂട്ടിലിറ്റി ഏരിയയുടെ ഈ ഭാഗത്തായി ഇവിടെ ഒരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്.
പ്ലഗ് പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്നും മുകളിലേക്ക് പോകുന്നതിനായി സ്റ്റീലിൻ്റെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ധാരാളം ഓപ്പൺ ഏരിയ, ഓപ്പൺ ടെറസ് നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നും 10 കിലോമീറ്ററും അങ്കമാലിയിലേക്ക് 4 കിലോമീറ്ററും തുറവൂർ ജംഗ്ഷനിലേക്ക് 300 മീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. അങ്കമാലി ടൗണിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്നും നഗരത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഓണർ നിർവഹിച്ചിട്ടുള്ളത്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ വളരെ അടുത്തായി മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത്. സിറ്റി ലൈഫിൽ നിന്നും ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ അങ്കമാലി ടൗണിന് വളരെ അടുത്തായി തുറവൂർ എന്ന ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 4.25 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ പുതുപുത്തൻ വീടിന് ഉടമ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ മനോഹരമായ ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിനും മറ്റ് പ്രോപ്പർട്ടികളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.